നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2023 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടന്ന ആനുവൽ എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. आदित्य सूचना पक्षी और दीमक कहानी के अंश पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. പക്ഷി ഓർ ദീമക് കഹാനിയുടെ ഈ അംശം പഠിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം. പാസേജ് ഇതാണ്. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരു ദിവസം നൗജവാൻ പക്ഷി ഭൂമിയിലൂടെ, അതായത് റോഡിലൂടെ പോകുന്ന ഒരു കാളവണ്ടി കാണാനിടയായി. ഉസ്മേം ബഡേ ബഡേ ബോരെ ഭരേ ഹുയേ ഹേ, അതിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചു വെച്ചിരുന്നു. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കഹുത്താ ഹേ, ഗാഡിവാല ആ വണ്ടിക്കാരൻ ഉറച്ചു വിളിച്ചു പറയുന്നു. ദോ ദീമഖേം ലോ, 2 ചിതലുകളെ എടുക്കൂ. ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തരൂ. ഇത് നമുക്ക് പരിചയമുള്ള പാസേജാണ്. നമ്മൾ 1-2 തവണ നന്നായി വായിക്കുക. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം, നൗജവാൻ പക്ഷിക്കോ കിൻകാ ഷൗക്കഥ, നൗജവാൻ പക്ഷിക്ക് എന്തിനോടായിരുന്നു വലിയ താല്പര്യം. മൂന്നാമത് കിടക്കുന്ന ഗ, ദീമകോങ്ക, ചിതലുകളോടായിരുന്നു. അടുത്ത രണ്ടാമത്തത്, നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖേം, ചോദ്യ മാതൃകയിൽ തന്നിട്ടുള്ളതുപോലെ മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ബോക്സിലാണ് തന്നിരിക്കുന്നത്. ആദ്യം ഒരു എക്സാമ്പിളാണ് തരുന്നത്. അത് യഹ് പക്ഷി ഉട്ടാഹേ, അത് ഏകവചനമാണ്, പുല്ലിംഗമാണ്. പക്ഷി ഉട്ടാഹേ മാത്രമല്ല പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അതിനെ അവർ മാറ്റിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. യഹ് പക്ഷി ഉട്ടാ ധ, അത് ധ വന്നപ്പോൾ മനസ്സിലായി അത് പാസ്റ്റ് ടെൻസ് ആണ്. അടുത്തതും ഇതുപോലെ പ്രസന്റിൽ തരും, അതിനെ നമ്മൾ പാസ്റ്റിലാക്കണം. അടുത്ത എന്താണ്, യഹ് ഗാഡി ചൽത്തി ഹേ, ഗാഡി സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ ചൽത്തി ഹേ. അതുപോലെ അടുത്ത പാസ്റ്റ് ആക്കുമ്പോഴും അത് സ്ത്രീലിംഗമാകണം, ഒപ്പം പാസ്റ്റും ആകണം. യഹ് ഗാഡി ചൽത്തി ധി, അങ്ങനെ എഴുതണം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കോഷ്ട കെ ശബ്ദോം സേ പിരാമിഡ് കി പൂർത്തി കരയും, ഒരു വാക്യ പിരാമിഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്ക് 2-3 തരത്തിൽ ചോദിക്കാം. അതായത് ചോദ്യങ്ങളെ, സെന്റൻസുകളെ, അർത്ഥവത്തായ സെന്റൻസുകളെ നമുക്ക് വലുതാക്കുന്നതിനും ചെറുതാക്കുന്നതിനും വേണ്ടിയാണ് ഈ വാക്യ പിരമിഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് 2 തരത്തിൽ ചോദിക്കും. ഒന്നുകിൽ ഒരു ലാസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ട്, ഒരു വലിയൊരു സെന്റൻസ് തന്നിട്ട് അതിനെ നമ്മൾ പാർട്ടായി തിരിച്ച് ചുരുക്കി എഴുതാനാണ്. ഇവിടെ നമുക്ക് 2 സെന്റൻസ് തന്നിട്ട് അതിനോട് അഡീഷണൽ ഒരു വാക്ക് ചേർത്ത് എഴുതാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വാക്ക് ചൽത്തി ഹുയി, അടുത്ത രണ്ടാമത്തത് നൗജവാൻ. ഇത് രണ്ടും ചേർത്ത് വേണം ഈ സെന്റൻസ് നമുക്ക് വികസിപ്പിക്കാൻ. പക്ഷി ദേഖ്താ ഹേ, പക്ഷി കാണുന്നു. ആ രണ്ടാമത്തെ സെന്റൻസിൽ പക്ഷി ദേഖ്താ ഹേ എന്ന് പൂർണ്ണമായി കാണുകയും വേണം, ഒപ്പം അഡീഷണൽ ഒരു വാക്കും വേണം. ഇപ്പൊ എന്താണ് കാണുന്നത്? പക്ഷി ബൈൽഗാഡി കോ ദേഖ്താ ഹേ, പക്ഷി ബൈൽഗാഡിയെ കാണുന്നു. നമുക്കിനി ആ 2 വാക്കിൽ ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് ആദ്യം ചേർത്ത് സെന്റൻസ് അർത്ഥവത്തായ തരത്തിൽ എഴുതാം. മൂന്നാമത്തെ സെന്റൻസിൽ നമുക്ക് 2 തരത്തിൽ എഴുതാം. ഒന്നുകിൽ നൗജവാൻ പക്ഷി ബൈൽഗാഡി കോ ദേഖ്താ ഹേ എന്ന് എഴുതാം, അല്ലെങ്കിൽ പക്ഷി ചൽത്തി ഹുയി ബൈൽഗാഡി കോ ദേഖ്താ ഹേ എന്ന് എഴുതാം. മൂന്നാമത്തത് ഈ 2 വാക്കൂടെ ചേർത്ത് എഴുതത്തക്ക തരത്തിൽ നമ്മൾ എഴുതണം. അപ്പോഴെങ്ങനെ എഴുതാം? നൗജവാൻ പക്ഷി ചൽത്തി ഹുയി ബൈൽഗാഡി കോ ദേഖ്താ ഹേ. അപ്പോൾ ഏത് രൂപത്തിൽ എഴുതിയാലും അതിൻ്റെ സെന്റൻസുകൾ ശരിയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ മാർക്ക്, ഫുൾ മാർക്ക്, 2 മാർക്കും കിട്ടും. ഒപ്പം നമ്മൾ വട്ടം, ഒരു ത്രികോണം വരയ്ക്കാനും മറക്കരുത്. അടുത്ത സൂചന, മേരി മമതാമയി മാം സംസ്മരൺ का यह अंश पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. മേരി മമതാമയി മാം എന്ന പാഠത്തെ ആസ്പദമാക്കി 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. പാസേജ് ഇതാണ്. ജബ് മേം ഖാന ഖാ ചുക്കാ, ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ, തോ അപ്പോൾ, മേരെ ബഡേ ഭായിനെ മുझे ഏകാന്ത് മേ ബുലാക്കർ ഡാണ്ടാ, എൻ്റെ മൂത്ത സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ശകാരിച്ചു.
എന്താണ് പറഞ്ഞത്? കലാം. ജാനതേ ഹോ ക്യാ ഹുവ? കലാമേ, നിനക്കറിയാമോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്? തും റൊട്ടി കാത്തേ ജാ രഹേ ധേ, നീ റൊട്ടി തിന്നുകൊണ്ടേയിരുന്നു. അവർ മാം, അമ്മ, തുമേം റൊട്ടി ദേത്തി ജാ രഹി ഥി, നിനക്ക് റൊട്ടി തന്നുകൊണ്ടേയിരുന്നു. ഉനോനെ അപ്നെ ഹിസ്സേ കി ഭി സാരി റൊട്ടിയാം, അവരുടെ പങ്ക്, അവർക്ക് വെച്ചിരുന്ന അവരുടെ ഭാഗം കൂടി, എല്ലാ റൊട്ടിയും, അവർക്ക് വെച്ചിരുന്ന റൊട്ടികളെല്ലാം തുമേം ദേദിയും, നിനക്ക് തന്നു കഴിഞ്ഞിരുന്നു. അഭി ഘർ കി പരിസ്ഥിതി ടീക്ക് നഹി ഹെ, ഇപ്പോൾ വീട്ടിലെ സ്ഥിതി നല്ലതല്ല. ഏക്ക് ജിമ്മേദാർ ബേട്ടാ ബനോ, നീ ഒരു ഉത്തരവാദിത്വമുള്ള മകനായി മാറൂ. അവർ അപ്നി മാംകോ, നമ്മുടെ അമ്മയെ, ഭൂക്കോ മത് മാരോ, വിശന്ന് കൊല്ലാതിരിക്കൂ. ഇതായിരുന്നു പാസേജ്. നാലാമത്തെ ചോദ്യം, സഹി വികൽപ്പ് ചുൻകർ ലിഖി, ശരിയായ രൂപം വികൽപ്പ് ചേർത്തെഴുതാനാണ്. അതിലെ മൂന്നാമത് കിടക്കുന്നതാണ് ശരി. വേ പ്ലസ് നേ ഗുണം നേ. ഇതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും നിങ്ങൾ കാണണം. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, ഏക്ക് ജിമ്മേദാർ ബേട്ടാ ബനോ और अपनी माम को भूखो मत मारो. ബഡേ ഭായിനെ കലാം സെ ഐസാ ക്യോം കഹ, എന്തുകൊണ്ടാണ് ബഡേ ഭായി ഇങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ആൻസർ ഞാൻ മോഡലിനായി ഇവിടെ കൊടുക്കാം. അഭി ഉൻകെ പരിവാർ കി പരിസ്ഥിതി ടീക്ക് നഹീ ധി, അവരുടെ കുടുംബത്തിലെ പരിസ്ഥിതി അവസ്ഥ ആ സമയത്ത് വളരെ മോശമായിരുന്നു. അപ്പനെ ജിമ്മേദാർ ബേട്ടെ സെ വിശേഷ് മമത ഹോനെ സെ മാംനെ ഖുദ് ഭൂക്കി രഹ്കർ ഹി കലാം കോ റൊട്ടി ദേത്തി ജാ രഹി ഥി. കലാം ഒരു ഉത്തരവാദിത്വമുള്ള കുട്ടിയാണ്. അവൻ പഠിക്കുകയും ഒപ്പം സമ്പാദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? സ്വയം വിശപ്പ് സഹിച്ച് അവന് ഭക്ഷണം ധാരാളം കൊടുത്തുകൊണ്ടേയിരുന്നു. ഇസിലിയെ, അതുകൊണ്ടാണ് ഭായിനെ കഹ, ആ സഹോദരൻ പറഞ്ഞത്, കി കലാം കോ യൗപി സമച്ചന ഹോഗാക്കി, കലാം ഇതുകൂടി മനസ്സിലാക്കണം. എന്തെന്നാൽ മാംനെ ഖാന കായാഹേ കി നഹീം, അമ്മ ഭക്ഷണം കഴിക്കുന്ന പോലുമില്ല. യൗപി ഉൻകി ജിമ്മേദാരി ഹേ, ഉസ്കി ജിമ്മേദാരി ഹേ, ഇതും അവന്റെ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ഭായിക്ക് ബാത്തേം സുൻകർ, സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കലാം കോ സിഹറൻ കി അനുഭൂതി ഹുയി, കലാമിന് ഒരു വിറയിൽ അനുഭവപ്പെട്ടു. ഉസ്നെ അപ്നെ വിചാർ ഡയറി മേം ലിഖേ, തന്റെ വിചാരങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതുകയാണ്. കലാം കി ഡയറി കൽപ്പന കർക്കെ ലിഖേ, ഈ അനുഭവങ്ങൾ ആസ്പദമാക്കി കലാമിന്റെ ഒരു ഡയറി എഴുതാനാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഡയറി എഴുതുമ്പോൾ ആദ്യം താരീഖ്, ഡേറ്റ്, ദിൻ, ദിവസം, നമുക്ക് സ്ഥലം വേണമെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ കോമൺ ആയി ചില വാക്കുകളൊക്കെ മുൻ ഡയറികളിലും മുൻ ചോദ്യ പേപ്പറുകളിലും ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. നമ്മൾ കോമൺ ആയി എഴുതാവുന്ന ചില സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകൾ നമുക്ക് ചേർത്തെഴുതാം. ആജ് കൈസ ദിൻ ഥാ, ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. ആജ് കാ ദിൻ മയും കഭി ഭൂൽ നഹി സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. മേരി ബാത്തേം കിസ്സേ കഹൂം, എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോട് പറയും. മൈ ഡയറി മേയും ലിഖ്താഹും, ഞാൻ ഡയറിയിൽ എഴുതുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏത് പാഠത്തിലെ ഏത് ഡയറി ചോദിച്ചാലും നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സെന്റൻസുകൾ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കണം. അടുത്തത് നമുക്ക് പാസേജിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഹം ബായി ബഹൻ ഖാനെ ബൈട്ടെ, ഞങ്ങൾ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കാനായിരുന്നു. മാമുച്ചേ റൊട്ടി ദേത്തി ജാ രഹി ഥി, ഉമ്മ ഞങ്ങൾക്ക് റൊട്ടി തന്നുകൊണ്ടേയിരുന്നു. മൈ ഖാരഹാഥ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ബാദമേ പതാ ചലാക്കി, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, വേ റൊട്ടിയാം മാം കെ ഹിസ്സേ കെ ധേ, എനിക്ക് തന്നിരുന്ന റൊട്ടികളൊക്കെ അമ്മയുടെ പങ്കുകൂടിയായിരുന്നു എന്ന്. യത് ജാൻകർ, ഇതറിഞ്ഞപ്പോൾ മുച്ചേ സിഹറൻ കി അനുഭൂതി ഹുയി, എനിക്കൊരു വിറയിൽ, എൻ്റെ ഉള്ളിൽ നിന്നൊരു വിറയിൽ ഉണ്ടായി. മൈ അപ്നെ ആപ്കോ
രോക്ക് നഹി സക, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല, കൺട്രോൾ ചെയ്യാനായില്ല. ദൗഡ് കർ മാം കെ പാസ് ഗയ, ഞാൻ ഓടി ഉമ്മാന്റെ അടുക്കലെത്തി. ഭാവാവേശുമേം, ഭാവാവേശത്തോടെ. ഉൻസെ ലിപട്ട് ഗയ, അവരെ കെട്ടിപ്പിടിച്ചു. മാംസെ ക്ഷമ മാങ്കി, അമ്മയോട് ഞാൻ ക്ഷമ യാചിച്ചു. മാംനെ സാന്ത്വനാദി, അമ്മ എന്നെ സാന്ത്വനപ്പെടുത്തി. സച്ചിഹേ യഹ് ജിമ്മേദാരി ബേട്ടാ കാ കർമ്മ നഹി ഹൈ. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചത് സത്യത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട കുട്ടിയുടെ കടമയായിരുന്നില്ല. ഈ 6ാമത്തെ ചോദ്യത്തിന് ഒരു ചോയ്സ് കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. ബഡേ ഭായിനെ കലാം കോ ഏകാന്തമേ ബുലാക്കർ ഡാണ്ട, മൂത്ത സഹോദരൻ തനിച്ചു വിളിച്ച് ശകാരിച്ചു. കലാമിനെ ഇസ് ഘട്നാ കെ ബാരെ മേ ബതാത്തെ ഹുയെ മിത്ര കോ പത്ര ലിഖ, ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൂട്ടുകാരന് ഒരു കത്തെഴുതുകയാണ്. കലാം കാ പത്ര കൽപ്പന കർക്കെ ലിഖേം, കലാമിന്റെ കത്ത് ഒരു സങ്കല്പിച്ച് എഴുതാനാണ് പറയുന്നത്. കത്തെഴുതുമ്പോഴും നമ്മൾ അതിൻ്റെ പ്രൊഫോമ അനുസരിച്ച് വേണം എഴുതാൻ. അപ്പം അതിൽ സ്ഥലം വേണം, തീയതി വേണം, പിന്നീട് നമ്മൾ ഒരു അഭിസംബോധനയും വേണം. ഇവിടെ സ്ഥാൻ, താരീഖ് എഴുതി. എന്നിട്ട് പ്രിയ മിത്ര, പ്രിയപ്പെട്ട കൂട്ടുകാര, ഇനി നമുക്ക് കോമണായി എഴുതാവുന്ന ചില വാക്കുകൾ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കണം. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ കോന, സുഖമല്ലേ? മയം യഹാം ടീക്കുഹും, ഞാനിവിടെ സുഖമായിരിക്കുന്നു. തുമാരി കൊയ് ഖബർ നഹി കുച്ച് ദിനോം സേ, കുറേ ദിവസങ്ങളായി നിന്നെക്കുറിച്ചൊരു വാർത്തയും എനിക്കറിയാൻ കഴിയുന്നില്ല. ഏക്ക് ഖാസ് ബാത്ത് ബതാനെ കേലിയെ, ഒരു വിശേഷപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടി മയം യഹ് പത്ര ഭേജ് രഹാഹും, ഈ കത്ത് ഞാൻ എഴുതുന്നു. ഇനി നമുക്ക് ബോഡി ഓഫ് ദി ലെറ്ററിൽ ആദ്യം ഇൻട്രഡക്ഷനായി, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയണം. അപ്പോൾ അത് പാസേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് നമുക്ക് തെറ്റുകൂടാതെ എഴുതാം. അപ്പോൾ മോഡൽ നോക്കാം. ആജ് ഏക് വിശേഷ ഘടന ഹി, ഇന്നൊരു വിശേഷപ്പെട്ട സംഭവം ഉണ്ടായി. ഹം ഭായി ബഹൻ ഖാനെ ബൈട്ടെ, ഞങ്ങൾ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. മാം മുച്ചെ റൊട്ടി ദേത്തി ജാരഹീതി, ഉമ്മ ഞങ്ങൾക്ക് റൊട്ടി തന്നുകൊണ്ടേയിരുന്നു. മൈ കാരഹാഥ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇരുന്നു. ബാദ് മേം, അതിനുശേഷമാണ് പതാ ചലാക്കി, എനിക്ക് വിവരം കിട്ടിയത്. വേ റൊട്ടിയാം മാം കെ ഹിസ്സേ കേ ധേ, അത് അമ്മയുടെ പങ്കുകൂടിയായിരുന്നെന്ന്. യഹ് ജാൻകർ, ഇതറിഞ്ഞപ്പോൾ മുച്ചേ സിഹറൻ കി അനുഭൂതി ഹുയി, ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു വിറയിൽ ഉണ്ടായി. മയം അപ്നെ ആപ്കോ റോക്ക് നഹി സക, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ദൗഡ് കർ മാം കെ പാസ് ഗയ, ഞാൻ ഓടി അമ്മയുടെ അടുക്കലെത്തി. ഭാവാവേശമേ, ഭാവാവേശത്തോടെ. ഉൻസെ ലിപട്ട് ഗയ, ഞാൻ അവരെ കെട്ടിപ്പിടിച്ചു. മാംസെ ക്ഷമ മാങ്കി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അമ്മയോട് ക്ഷമ യാചിച്ചു. ലേക്കിൻ മാംനെ സാന്ത്വനാദി, അമ്മ എന്നെ സമാധാനിപ്പിച്ചു. മാം സച്മേം ഭഗവാൻ കി സുന്ദർ രചന ഹേ, അമ്മ യഥാർത്ഥത്തിൽ ഭഗവാന്റെ, ദൈവത്തിന്റെ സുന്ദരമായ ഒരു രചനയാണ്. അപ്പം ഇത് തന്നെ നമ്മൾ ഡയറിയിലും ഈ ഭാഗം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോഴും ഇതെല്ലാത്തിനും കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്, അതിൻ്റെ ആ മോഡൽ വ്യത്യാസപ്പെടുത്തി എഴുതണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ അത് ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പാഠത്തിലേക്കും നന്നായിട്ട്, നമുക്ക് ഏത് പാഠത്തിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തൊരു കൺക്ലൂഷൻ വേണം നമുക്ക്. വഹാം തുമാരി പടായി കൈസേ ചൽ രഹി ഹേ, ഇനി അവന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? തും കബ് യഹാം ആവോകെ, നീ എപ്പോഴാണ് ഇവിടെ വരാൻ നിനക്ക് പറ്റുന്നത്? തുമാരേ പരിവാർ വാലോംസെ, നിന്റെ കുടുംബത്തിലുള്ളവരോട് മേരാ പ്രണാം കർണ, എന്റെ അന്വേഷണം അറിയിക്കണം. ജവാബ് പത്രയ്ക്ക് പ്രതീക്ഷാമേ, മറുപടി കത്തിന്റെ പ്രതീക്ഷയിൽ. ആപ്കാ പ്രിയ മിത്ര, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. എന്നിട്ട് നമ്മൾ അതൊരു കോംപ്ലിമെന്ററി ക്ലോസ് ആണ്. ആപ്കാ പ്രിയ മിത്ര, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അല്ല പിതാവിനാണെങ്കിൽ പ്രിയ പുത്ര, അപ്പൊ അതനുസരിച്ച് നമ്മൾ എഴുതണം. എന്നിട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒപ്പിടുകയാണ്, ഹസ്താക്ഷർ, അങ്ങനെ എഴുതിയാൽ മതിയാകും. എന്നിട്ട് പേരെഴുതണം. ഇപ്പൊ ഇവിടെ നമ്മൾ കലാമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കലാം എഴുതിയത്. ഒരുപക്ഷെ അറിയാൻ വയ്യാത്തതാണെങ്കിൽ നാം എഴുതുക, അല്ലെങ്കിൽ സന്ദർഭോചിതമായി എഴുതുക. എന്നിട്ട് നമുക്ക് പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് സേവാമേം, സേവാമേം നമ്മളവിടെ ടു അഡ്രസ്സ് എഴുതുകയാണ്.
എന്നിട്ട് പേരുണ്ടാവണം, പതയുണ്ടാകണം. അതിനൊരു കൊച്ചൊരു ബോക്സിലും എഴുതി ഇതിനെയൊക്കെ നല്ലൊരു ബോക്സിലാക്കി എഴുതുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അടുത്ത സൂചന, നംഗെ പേർ കഹാനി കെ അംശ പഠേ ഓർ പ്രശ്ന 7 और 8 के ഉത്തർ ലിഖേം. നംഗെ പേർ എന്ന കഹാനിയെ ആസ്പദമാക്കി 7ഉം 8ഉം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ്. പാസേജ്, ഹമേഷ ആനേവാല മോച്ചി ജബ് ഘറായ, പതിവായി വരാറുള്ള ചെരുപ്പ് കുത്തി വീട്ടിൽ വന്നപ്പോൾ, തബ് ബേബിനെ ഉസെ പാസ് ബുലായ, ബേബി അടുത്ത് വിളിച്ചു, ഓർ 5 रुपया ഉസ്കെ ഹാത്ത് മേ ദേക്കർ, 5 രൂപ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട്, ധീമി ആവാസമേ കഹ, പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മുഛേ എനിക്ക് ഇസ്കെ ജൂത്തേ ബനാദോ, ഇതുകൊണ്ട് ചെരുപ്പുണ്ടാക്കി തരൂ, ഹരീബാനെ സിർ മിലാക്കർ കഹ, ഹരീബ ആ മോച്ചിയുടെ പേരാണ്, ഹരീബ നെ സിർ ഹിലാക്കർ കഹ, അവര് സമ്മതിച്ചു. ബനാദൂങ്ക ബഹിൻ, തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം. നാപ്പിലേലും, അളവെടുക്കണം. വഹ് പോലി, അവർ പറഞ്ഞു. അരേ മേരെ പയർക്കാ നഹി, എന്റെ കാലിൻ്റെതല്ല. ഫിർ കിസ്കേലിയെ, പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഹരീബാനെ പൂച്ച, ഹരീബ ചോദിച്ചു. ഇവിടെ 7ാമത്തെ ചോദ്യം, ധീമി ആവാസ് വിശേഷൺ ശബ്ദ് കോൺസാ ഹെ, എന്താണ് ധീമി ആവാസ് എന്നുള്ളതിലുള്ള വിശേഷണ ശബ്ദം? എന്താണ് വിശേഷണം? നാമവിശേഷണമാണ് ഹിന്ദിയിൽ വിശേഷൻ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിലെ അഡ്ജക്റ്റീവ്. ഒരു നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന പദമാണ്. ശബ്ദം എന്ന് പറയുന്ന നാമപദത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പതിഞ്ഞ ശബ്ദം കൊണ്ടാണ്. അപ്പൊ പതിഞ്ഞ ശബ്ദമാകാം, ഉയർന്ന ശബ്ദം, ഉച്ചത്തിലുള്ള ശബ്ദമാകാം. അപ്പൊ ഇവിടെ ആ നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ധീമി എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമുക്ക് പൊതുവേ അത് കൂടുതൽ അറിയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങനെ വരുന്ന വാക്കിൽ ഒരു 90% ആദ്യം കിടക്കുന്ന വാക്കായിരിക്കും. അതല്ല ഇതിന്റെ പ്രധാനം. എങ്കിലും അങ്ങനെ എഴുതിയാൽ, അങ്ങനെ ചിന്തിച്ചെഴുതിയാൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത 8ാമത്തെ ചോദ്യം, പ്രസ്തുത പ്രസംഗ് കെ ആധാർ പർ പട്കഥാക്ക ഏക്ക് ദൃശ്യ ലിഖേം, പട്കഥയുടെ ഒരു ദൃശ്യം എഴുതാനാണ് പറയുന്നത്. പട്കഥ എഴുതാൻ നമ്മൾ അതിന്റെ പ്രൊപ്പോമയൊക്കെ പഠിച്ചിട്ടുണ്ട്, പല വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മോഡലായി ഒരെണ്ണം കൊടുക്കുന്നു, നമുക്ക് പരിശോധിക്കാം. പട്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ സീനുകളായിട്ടാണ് എഴുതുന്നത്. നമുക്കിവിടെ സീൻ ഏക്ക് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് താപ്പോട്ട് ആദ്യത്തത് സ്ഥാൻ, ഏത് സ്ഥലമാണ്? ഇവിടെ നമ്മൾ ബേബി കെ ഘർ കാ കമര, ബേബിയുടെ വീട്ടിന്റെ മുറി. സമയം ചോദിക്കും. അടുത്തത് സമയമാണ്. സമയം ശ്യാം കാ സമയ. 3ാമത്തത് പാത്ര ആണ്, കഥാപാത്രങ്ങൾ. അപ്പൊ കഥാപാത്രങ്ങൾ ഉണ്ടാവണം, കഥാപാത്രങ്ങളുടെ പ്രായമുണ്ടാകണം, അവരുടെ വേഷഭൂഷ ഉണ്ടാകണം. ഈ 3 കാര്യം ഇതിനകത്ത് നിർബന്ധമാണ്. അപ്പൊ അത് 3 കൂടെ ചേർത്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. അപ്പൊ ആ പേര് 1 ബേബി. എന്താണ്? 10 സാൽ, 10 വയസ്സ്. കീ ലട്കി, 10 വയസ്സ് പ്രായമുള്ള കുട്ടി. അവരുടെ എന്താണ്? ഫ്രോക്ക് പഹൻതി ഹെ, ഫ്രോക്കാണ് ധരിച്ചിരിക്കുന്നത്. അടുത്ത 2ാമത്തത് ആള് ഹരീബ മോച്ചി. അപ്പൊ അവിടെ ആ സീനറിയിൽ ഉള്ള ആളുകൾ, അവിടെ ഉള്ള ആളുകളുടെയാണ് നമ്മൾ പേരെഴുതേണ്ടത്. അപ്പൊ എന്താണ്? അവിടെ 2ാമത്തെ ആളാരാണ്? ഹരീബ മോച്ചിയാണ്. അവർക്ക് ഏകദേശം നമ്മൾ ഉദ്ദേശം ഒരു വയസ്സ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് വയസ്സൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 40 വയസ്സാണ് പറയുന്നു. എന്നിട്ടോ കുർത്ത ഓർ പത്ലൂൻ, കുർത്തയും പത്ലൂനും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. കട്നാക്ക വിവരൺ. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിന്റെ സംഭവത്തെക്കുറിച്ച് നമുക്കൊരു ചെറു വിവരണം കൊടുക്കാം, ലഘു വിവരണം കൊടുക്കാം. മോച്ചിക്കോ ദേഖിനെ പർ ബേബി ഉസേ പാസ് ബുലാത്തി ഹേ. മോച്ചിക്കോ, മോച്ചിയെ കാണുന്നതിന് ബേബി അവരെ അടുത്ത് വിളിക്കുന്നു. ദോനോ ആപ്പസമേ ബാത്തേം കർണേ ലഗ്താ ഹേ. 2 പേരും തമ്മിൽ സംഭാഷണം നടത്തുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യമായ സംഭാഷണം. അപ്പൊ ഇത് ഈ പറയുന്ന കാര്യം നമുക്ക് ഒരു സംഭാഷണം, വാർത്താലാപ് ചോദിച്ചാലും നമുക്ക് ഇനിയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി മാർക്കിനനുസരിച്ച് എഴുതണം. ഈ ഈ പട്കഥയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ സംഭാഷണം വേണമെങ്കിൽ അതിനകത്ത് അല്പം കുറയ്ക്കാം. ഇവിടെ സംഭാഷണം നോക്കാം. ബേബി, ഹരിബ യഹാവോ, ഹരിബ ഇവിടെ വരൂ. മോച്ചി,
ക്യാ ഹെ ബേട്ടി, എന്താ ബേട്ടി? ബേബി, എഹ്ലോ 5 റുപ്യേ, ദാ 5 രൂപ പിടിക്കൂ. മുച്ചേ ഇസ്കെ ജൂത്തെ ബനാദോ, എനിക്കിത് കൊണ്ട് ചെരുപ്പുണ്ടാക്കി തരൂ. ബനാദൂങ്കി ബേട്ടി, ഞാൻ ഉണ്ടാക്കി തരാം. നാപ്പിലേലൂ, ഞാൻ അളവെടുത്തോട്ടെ. അരേ മേരെ പയർക്കാ നഹി, യോ എന്റെ കാലിനല്ല. ഫേർ കിസ്കേ ലിയേ ഹെ ബേട്ടി, പിന്നെ ആർക്ക് വേണ്ടിയാണ് മോളെ? മൈം നഹീം ബതാ സക്ത, അത് ഞാൻ എനിക്കിപ്പോ പറയാൻ കഴിയില്ല. 2 ദിൻ കെ ബാദ ആവോ, 2 ദിവസം കഴിഞ്ഞു വരൂ. മൈം നാപ്പ് ദൂങ്കി, ഞാൻ നാപ്പ് തരാം, അളവ് തരാം. ടീക്കെ ബേട്ടി, ശരി. മോച്ചി ചലാ ജാത്താ ഹെ. ബേബി നാപ്പ് ദേനെ കെ ബാരേ മേം സോച്ച്തി രഹത്തി ഹെ, എങ്ങനെ അളവെടുക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അവര് നിൽക്കുന്നു. അപ്പൊ ഇത്രയായപ്പോൾ നമുക്ക് ഒരു പട്കഥയുടെ ഒരു സീനായി. അടുത്ത സൂചന, ദീപ് ജലാവോ കവിത കിയെ പങ്ക്തിയാം പടയോ പ്രശ്ന 9 और 10 के ഉത്തർ ലിഖേം. ദീപ് ജലാവോ എന്ന കവിതയുടെ വരികൾ വായിച്ച് 9 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ്. അപ്പൊ പാസേജ് ഇതാണ്. ഇസ് ജീവൻ മേം രഹ് ന ജായേ മൽ, ദ്വേഷ് ദംഭ് അന്യായ ഘൃണാചൽ, ചരൺ ചരൺ ചൽ ഗൃഹ് കർ ഉജ്വല്, ഗൃഹ് കീ ലക്ഷ്മി മുസ്കാവോ. നമുക്ക് അറിയാവുന്ന ഒരു കവിതയാണ് ഇത്. കവി ത്രിലോചൻ എഴുതിയ കവിതയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കവിതയും കവിത എഴുതിയ കവിയെയും കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 9ാമത്തെ ചോദ്യം, ജീവൻ മേം ഇൻമേം കിസ്കോ ചോട്ട്നാ ഹേ, ജീവിതത്തിൽ താഴെ പറയുന്നതിൽ നിന്ന് എന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്? 4 തന്നിട്ടുണ്ട്. ന്യായിക്കോ, ദ്വേഷിക്കോ, പ്യാറുക്കോ, മിത്രതാക്കോ. അതിലെ ദ്വേഷിക്കോ അതാണ് ശരിയായ ഉത്തരം. അടുത്ത 10ാമത്തെ ചോദ്യം, യഹ് അംശയ് വാലി പങ്ക്തിയാം കവിതാംശ സേ ചുൻകർ ലിഖേം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒരു വരിയുടെ അർത്ഥമാണ് തന്നിട്ടുള്ളത്. ആ അർത്ഥം വരുന്ന വരികൾ ഏതാണെന്ന് തിരഞ്ഞെടുത്തെഴുതുക. അപ്പൊ അർത്ഥം ഇതാണ്. ഹമേം കദം കദം പർ ഗൃഹ് കോ പ്രകാശമയ ഏവം ഐശ്വര്യപൂർണ്ണ ബനാന ഹേ. ആ അർത്ഥം വരുന്ന വരികൾ ഇതിലേതാണ്? അപ്പൊ അത് നമുക്ക് അറിയാം. 3ാമത്തെ വരിയും 4ാമത്തെ വരിയുമാണ്. ചരണ ചരണ ചൽ ഗൃഹ് കർ ഉജ്വല്, ഗൃഹ് കി ലക്ഷ്മി മുസ്കാവോ. അതാണ് ശരിയായ ഉത്തരം. അടുത്ത സൂചന, സൻസാർ പുസ്തക് ഹേ ശീർഷക് പത്രിക യഹ് അംശ പഠേം. സൻസാർ പുസ്തക് ഹേ എന്ന ഈ ശീർഷകത്തിലുള്ള കത്ത് വായിച്ചിട്ട് യഹ് അംശ പഠേം ഓർ 11 से 13 തക്ക് പ്രശ്നോങ്കെ ഉത്തർ ലിഖേം. 11 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് ചോദ്യം. പാസ് ചെയ്ത് നോക്കാം. യഹ് തോത്തും ജാൻതി ഹോ, നിനക്കിത് അറിയാം. കി ധർത്തി ലാഖോം കരോടോം വർഷ പുരാനി ഹേ, ഈ ഭൂമി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഓർ ബഹുത്ത് ദിനോം തക്ക്, മാത്രമല്ല വളരെ നാളുകളോളം വർഷങ്ങളോളം ഇസ്മേം കൊയി ആത്മീനഥ, ഒരു മനുഷ്യർ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആത്മീയോം കെ പഹലെ, മനുഷ്യർ വരുന്നതിന് മുമ്പ് സിർഫ് ജാൻവർ ഥേ, ഇവിടെ മൃഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓർ അതുപോലെ തന്നെ ജാൻവരോം സേ പഹലെ, മൃഗങ്ങൾ ഉണ്ടാകുന്നതിനും മുമ്പ് ഏക് ഐസാ സമീത, അങ്ങനെയും ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നു. ജബ് ഇസ് ധർത്തി പർ കൊയി ജാൻദാർ ചീസ് ന ഥി, അന്ന് ഇവിടെ ജീവനുള്ള ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. ആജ് ജബ് യഹ് ദുനിയ ഹർ തരക്കെ ജാൻവരോം, ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ പലതരത്തിലുള്ള മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഓർ ആത്മീയോം സേ ഭരി ഹുയി ഹേ, എന്താണ് മനുഷ്യരാലും ഇവിടെ നിറയപ്പെട്ടിരിക്കുന്നു. ഉസ് ജമാനെ കാ ഖ്യാൽ കർണ, നമുക്ക് ഇപ്രകാരമുള്ള ഒരു സമയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മുഷ്കിൽ ഹേ ജബ് യഹാം കുച്ചിനഥ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണ് പാസേജ്. 11ാമത്തെ ചോദ്യം നോക്കാം. സൻസാർ പുസ്തകെ ശീർഷക പത്ര കിസിനെ ലിഖ. സൻസാർ പുസ്തക എന്ന ശീർഷകത്തിലുള്ള കത്ത് ആരാണ് എഴുതിയത്? ജവഹർലാൽ നെഹ്റുവിനെ. 3ാമത് കിടക്കുന്നതാണ് ഉത്തരം ശരി. 12ാമത്തെ ചോദ്യം, പ്രസ്തുത അംശ കെ ആധാർ പർ
ചാർ സഹി പ്രസ്താവിച്ചുകൊള്ളുകയും താഴെ തന്നിരിക്കുന്ന പ്രസ്താവന അനുസരിച്ച് 4 ശരിയായ 4 എടുത്തെഴുതാനാണ് പറയുന്നത്. അതിൽ 6 ഉണ്ട്, 2 തെറ്റാണ്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത്, ജാൻവരോം സേ പഹലെ, മൃഗങ്ങൾക്ക് മുമ്പ് ധർത്തി പർ, ഭൂമിയിൽ സിർഫ് ആത്മീയതയെ, മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തെറ്റാണ്. രണ്ടാമത്തത്, ധർത്തി ലാഖോം കരോടോം വർഷ പുരാനി ഹേ, ഭൂമി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. ശരിയാണത്. മൂന്നാമത്തത്, ആത്മിയോം കെ പഹലെ, മനുഷ്യർക്ക് മുമ്പ് ധർത്തി പർ, ഭൂമിയിൽ സിർഫ് ജാൻവർ ധേ, മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അടുത്തത് നാലാമത്തത്, ആജ് യഹ് ധർത്തി ഹർ തരഹ് കെ ജാൻവരോം ഓർ ആത്മിയോം സേ ഭരി ഹുയി ഹേ, ഇന്ന് ഈ ഭൂമിയിൽ മൃഗങ്ങളും ജന്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ശരിയാണ്. അടുത്ത അഞ്ചാമത്തത്, ആജ് ധർത്തി പർ കൊയ് ജാൻദാർ ചീസ് നഹി ഹെ, ഇന്ന് ഭൂമിയിൽ ജീവനുള്ള ഒന്നുമില്ല. അത് തെറ്റാണ്. അടുത്ത അവസാനത്തത്, ലാഖോം കരോടോം വർഷ പഹലെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ധർത്തി ബേഹദ് ഗർമധി, വളരെ ചൂട് പിടിച്ചതായിരുന്നു, ചുട്ടുപഴുത്തതായിരുന്നു. അത് ശരിയാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, ജൂലൈ 28 വിശ്വ പ്രകൃതി സംരക്ഷൺ ദിവസ് ഹേ, ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിവസമാണ്. ഇസ് അവസർ പർ, ഈ അവസരത്തിൽ പ്രകൃതി കോ ബച്ചായേം, പ്രകൃതിയെ രക്ഷിക്കുക, ജീവൻ ബച്ചായേം, അങ്ങനെ ജീവൻ രക്ഷിക്കുക, ക സന്ദേശ ദേത്തെ ഹുയെ, അങ്ങനെ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാർ കരയും, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഫ്രഷ് ആയിട്ടുള്ള പേജിൽ വേണം എഴുതാൻ. അതായത് പോസ്റ്ററിന്റെ കുറേ സെന്റൻസ് ഒരു പേജിലും ബാക്കി അടുത്ത പേജിലുമായിട്ട് എഴുതരുത്, ഒരൊറ്റ പേജിൽ തന്നെ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ചിത്രങ്ങളൊന്നും വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൊടുക്കുന്നതിനോ വേണ്ടി നമ്മൾ പലതരത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാറുണ്ട്. ഇവിടെ ഒരു സന്ദേശം കൊടുക്കാനാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്. ചിത്രങ്ങൾ കൊടുക്കണം, വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ അറിയാമെങ്കിൽ ചിത്രം വരയ്ക്കുന്നതിലും തെറ്റില്ല. പ്രാധാന്യമനുസരിച്ച് പ്രത്യേകം കള്ളികളിലാക്കി നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബോർഡർ നമ്മൾ കൊടുക്കാൻ മറക്കരുത്. നമ്മളൊരു നല്ലൊരു ബോർഡറൊക്കെ കൊടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതാണ്. അടുത്ത സൂചന, അകാൽ മേ സാരസ് കവിതാക്കി, അകാൽ മേ സാരസ് എന്ന് പറയുന്ന കവിതയെ ആസ്പദമാക്കി ഏ പങ്ക്തിയാം പടേ, തന്നിരിക്കുന്ന ഈ വരികൾ വായിച്ച് വായിച്ചതിന് ശേഷം 14 സേ 14 മുതൽ 17 തക്ക് കെ 17 വരെയുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം ലിഖേം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. പാസേജ് ഇതാണ്, വേ ദേർ തക്ക് കർത്തേ രഹേ शहर की परिक्रमा, देर तक छतों और बारजों पर उनके डैनों से छती रही, धान की सूखी പത്തിയും കി ഗന്ധ്. ഈ വരികളാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ കവിത കേദാർനാഥ് സിംഗിന്റെ കവിതയാണ്. അപ്പോൾ കവിതകൾ പഠിക്കുമ്പോൾ അതിൻ്റെ കവി ആരാണെന്ന് കൂടി പഠിക്കാൻ മറക്കരുത്. 14ാമത്തെ ചോദ്യം, കവിതാംശമേയും, കവിതയിൽ പങ്ക് കെ അർത്ഥമേയും, പങ്ക് ചിറക് എന്ന അർത്ഥം വരുന്ന പ്രയുക്ത് ശബ്ദ് കോൻസാഹെ, വാക്ക് ഏതാണ്? ഈ 4 തന്നിരിക്കുന്നതിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഡൈനെ. അടുത്ത 15ാമത്തെ ചോദ്യം, സാരസ് പക്ഷി കിസ്കി തലാശുമേം ആയി, എന്ത് അന്വേഷിച്ചാണ് അവ വന്നിട്ടുള്ളത്? വെള്ളം അന്വേഷിച്ചാണ്, പാനി. അടുത്ത 16ാമത്തെ ചോദ്യം, ധാൻ കി പക്തിയോങ്കെ, ധാന്യങ്ങളുടെ ഇലകൾ സൂഖിനേക്ക് ഉണങ്ങുന്നതിന് ക്യാ ക്യാ കാരൺ ഹോ സക്തേ ഹെ, എന്തെല്ലാം കാരണങ്ങളാണ് ഉള്ളത്? ഇവിടെ കവി സിംബോളിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സൂഖ വരൾച്ച അല്ലെങ്കിൽ ഉണക്ക്, അകാല് ജലസ്രോതോं का नाश, सूख അകാല് വരൾച്ച, ജലസ്രോതോं का नाश ജലാശയങ്ങൾ നശിപ്പിക്കുക, പര്യാവരൺ പ്രദൂഷൺ അന്തരീക്ഷ മലിനീകരണം, വർഷാക്കി കമി
മഴയുടെ കുറവ്, ശഹരീകരൺ കേലിയെ പട്ടണവൽക്കരിക്കുന്നതിന് വേണ്ടി, ഹോരഹി ജംഗൽ പേടോങ്കി ഘടായി മരങ്ങളും വനങ്ങളും നശിപ്പിക്കുക, ടീലോങ്കോ ഗിരാന കുന്നുകൾ ഇടിച്ചു നിരത്തുക ആദി മുതലായവയാണ് ഈ ഇലകൾ ഉണങ്ങാൻ ആ കവി കാരണമായി കാണുന്നത്. 17ാമത്തെ ചോദ്യം, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയിലേക്ക് ആശയം എഴുതാനാണ്. ഞാൻ മോഡൽ കൊടുത്തിരിക്കുന്നത് പരിശോധിക്കാം. പ്രസ്തുതം മധ്യം हिंदी के प्रसिद्ध कवि केदारनाथ सिंह की सुंदर कविता अकाल में सारस से ली गई है. ഈ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. इसमें പാനി കേലിയെ ആയേ, ഇവിടെ വെള്ളത്തിന് വേണ്ടി വരുന്ന, സാരസ് പാനി പിയേ ബിന ലൗഡ്നെ കാ ചിത്രം ഹേ, വെള്ളത്തിന് വേണ്ടി വരുന്ന സാരസപ്പക്ഷികൾ വെള്ളം കുടിക്കാതെ പോകുന്ന ചിത്രം ആണ് നമ്മളിവിടെ കാണുന്നത്. അതിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കവി പറയുന്നു കി സുദൂര പ്രദേശവും സേ, വളരെ അകലെയുള്ള പ്രദേശത്തു നിന്ന്, പാനി കേലിയെ ജലാശയവും കി തലാശമേം, വെള്ളത്തിനു വേണ്ടി ജലാശയങ്ങൾ അന്വേഷിച്ച്, ഷഹർമേം ആയേ സാരസ്, പട്ടണത്തിലെത്തിയ സാരസപ്പക്ഷികൾ, ബഹുത്ത് ദേർ തക്ക്, കുറേ സമയം, വഹാം പരിക്രമ കർത്തേ രഹേ, അവിടെ ചുറ്റി സഞ്ചരിക്കുന്നു. ലേക്കിൻ എന്നാൽ, ഉനേം അവയ്ക്ക്, കഹീം സേ എവിടെ നിന്നും, പാനി നഹീമില വെള്ളം കിട്ടുന്നില്ല, പരിക്രമ കർണേസേ അവിടെ ചുറ്റിസഞ്ചാരം കഴിഞ്ഞ്, ഉനേ മാലു ഹോകയാക്കി അവയ്ക്കവിടേക്ക് ചുറ്റിക്കറങ്ങിയപ്പോൾ മനസ്സിലായി, മക്കാനേം കെട്ടിടങ്ങളും, കൂടാ കച്ചരയ്ക്ക് അലാവ ചപ്പുചവറുകളും അല്ലാതെ, ഷഹർമേം കുച്ച് ഭീ നഹീന്ത പട്ടണത്തിൽ വേറെ ഒന്നുമില്ല. യഹാം കെ സാരേ ജലാശയ വ ഖേത്ത് സൂക്ക് പടയത്തെ, ഇവിടെയുള്ള ജലാശയങ്ങളും അതുപോലെ തന്നെ പാടങ്ങളും ഉണങ്ങി വരണ്ടുപോയിരിക്കുന്നു. ആൻകി പത്തിയാം ധാന്യങ്ങളുടെ ഇലകൾ, പാനീക്കെ ബിന വെള്ളമില്ലാതെ, സൂക്ക് ഗെയ്തി ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇക്കാരണത്താൽ, ദേർ തക്ക് ചത്തോം കുറേ സമയം മേൽക്കൂരകളിലും മച്ചിലും, ബാദറോം കെ ഊപ്പർ സാരസോം കെ ഡൈനോം സേ അൻകി സൂക്കി പത്തിയോം കി ഗന്ധ് ചർത്തി രഹി, അവിടെ എല്ലായിടവും ആ ഉണങ്ങിയ ഇലകളുടെ ഗന്ധം പരത്തി. ജഹാം ബാരിഷ് കി ബൂന്തേം ചർണി ധീം വഹാം സേ ധാൻ കി സൂക്കി പത്തിയോം കി ഗന്ധ് ചർത്തി ധീം. അടുത്ത സൂചന, മേരി മമതാമയി മാം സംസ്മരൺ കാ യഹ് അംശ പടേ ഓർ പ്രശ്ന 18 കാ ഉത്തർ ലിഖിം. 18ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഉസ് ദിൻ പഹലി ബാർ, അന്ന് ആദ്യമായിട്ട്, മുझे സിഹറൻ കി അനുഭൂതി ഹുയി, എനിക്ക് ഒരു വിറയിൽ തോന്നി. മയം അപ്നെ ആപ് കോ രോക് നഹീ സക, എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ദൗഡ്കർ ഓടി, അപ്നി മാം കെ പാസ് ആയ, അമ്മയുടെ അടുക്കലെത്തി. ഓർ ഭാവാവേശുമേം ഉസ്നെ ഉൻസേ ലിപട് ഗയ, അവരെ കെട്ടിപ്പിടിച്ചു. ഇസ് പ്രസംഗ പർ, ഈ സന്ദർഭത്തിന്, ബാലക് കലാം ഓർ മാം കെ ബീച്ചയ്ക്ക്, ബാലക് കലാമും അതുപോലെ തന്നെ തന്റെ അമ്മയും തമ്മിലുള്ള സംഭാവിത് ബാത്ചിത് ലിഖിം, ഒരു സംഭാഷണം എഴുതാനാണ് പറയുന്നത്. സംഭാഷണം നമുക്ക് ഈ പാസേജ്, നമുക്ക് യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റിനകത്ത് 2 പാസേജ് ഉണ്ട് ഈ പാഠത്തിൽ തന്നെ. അതിനെയൊക്കെ ആസ്പദമാക്കി നമുക്ക് നല്ല രീതിയിൽ എഴുതാവുന്നതാണ്. ഞാനിവിടെ മോഡൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ചോയ്സ് കൂടെയുണ്ട്, അത് നമുക്ക് നോക്കാം. സംസ്മരൺ കെ ആധാർ പർ സഹി മിലാൻ കരെ, ഇത് ചേരുംപടി ചേർത്ത് എഴുതാനുള്ളതാണ്. നമ്മളിതുപോലെ കാളമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോയിട്ട് വരയ്ക്ക് എഴുതരുത്, നമ്മൾ നേരെ തന്നെ എഴുതണം. ആദ്യത്തത്, കലാം കാ പരിവാർ ശ്രീ സ്വാമിയാർ കലാം പടായി ഓർ കമായി കലാം കി മാ, ഇത്രയും കാര്യമാണ് ആദ്യത്തെ ഉള്ളത്. അതിന് അനുയോജ്യമായിട്ടുള്ളത് വലതുവശത്ത് കിടക്കുന്നതിൽ നിന്ന് നമുക്ക് എഴുതണം. 1 കലാം കാ പരിവാർ, കലാമിന്റെ കുടുംബം. രണ്ടാമത് കിടക്കുന്ന സംയുക്ത പരിവാറാണ് ശരി, സംയുക്ത പരിവാർധ. രണ്ടാമത്തത് ശ്രീ സ്വാമിയാർ, അത് ആദ്യം കിടക്കുന്ന അദ്വിതീയ ഗണിത ശിക്ഷകഥേ. മൂന്നാമത്തത് കലാം പടായി ഓർ കമായി, ഏറ്റവും അവസാനം കിടക്കുന്ന ഏക് സാത്ത് കർത്താഥ. നാലാമത്തത് കലാം കി മാം, കലാമിന്റെ അമ്മ, അത് മൂന്നാമത് കിടക്കുന്ന ധാർമ്മിക
പ്രവൃത്തി കി മഹിളാതി, ധാർമ്മിക പ്രവൃത്തി ഉള്ള ഒരു മകളെയായിരുന്നു. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരു അഭിപ്രായമെങ്കിലും എഴുതാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.